നമസ്കാരം. ഭാരതത്തിന്റെ മണ്ണിലിനി മതനിയമങ്ങൾക്കല്ല, ഭാരതത്തിന്റെ ഭരണഘടനയ്ക്കാണ് പരമാധികാരമെന്ന് ഉറപ്പിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് മധ്യപ്രദേശും ആ ചരിത്രപരമായ ചുവടുവയ്പ്പിലേക്ക് കടക്കുകയാണ്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഇസ്ലാം വിഭാഗത്തിന് മാത്രം പ്രത്യേക പരിരക്ഷയും ശരീഅത്ത് നിയമങ്ങളും അനുവദിച്ചു നൽകിയ പ്രീണന രാഷ്ട്രീയത്തിന് ഇനി മധ്യപ്രദേശിൽ അന്ത്യം കുറിക്കുകയാണ്. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് രാജ്യത്തെ നിയമവ്യവസ്ഥയെ വിഭജിച്ചു നിർത്തിയവർക്കുള്ള BJP സർക്കാരിന്റെ ഏറ്റവും ശക്തമായ പ്രഹരമാണ് മധ്യപ്രദേശിൽ നടപ്പിലാക്കാൻ പോകുന്ന ഏകീകൃത സിവിൽ കോഡ്. ബാബ മഹാകാലേശ്വരന്റെ പുണ്യഭൂമിയിൽ ഇനി വിഘടനവാദികളുടെയോ മതമൗലികവാദികളുടെയോ പ്രത്യേക വ്യക്തി നിയമങ്ങൾ നടപ്പിലാവില്ലെന്ന് മുഖ്യമന്ത്രി ഡോക്ടർ മോഹൻ യാദവ് വ്യക്തമാക്കി. വരാനിരിക്കുന്ന മൺസൂൺ സമ്മേളനത്തിൽ മധ്യപ്രദേശ് നിയമസഭ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഒരു പുതിയ ചരിത്ര നിർമ്മാണത്തിനായിരിക്കും. ഒരു രാജ്യത്ത് രണ്ട് നിയമങ്ങൾ ഒരേ സമയം നിലനിൽക്കുന്നത് ജനാധിപത്യത്തിന് തന്നെ വെല്ലുവിളിയാണെന്ന തിരിച്ചറിവിലാണ് BJP സർക്കാർ ഏകീകൃത സിവിൽ കോഡ് എന്ന ആശയവുമായി മുന്നോട്ട് പോകുന്നത്. മധ്യപ്രദേശിൽ പുതിയ UCC നിയമം പ്രാബല്യത്തിൽ വന്നതോടെ വിവാഹം, വിവാഹമോചനം, അനന്തരാവകാശം തുടങ്ങിയ മേഖലകളിൽ നിലവിലുള്ള ശരീഅത്ത് അടിസ്ഥാനമാക്കിയുള്ള വ്യക്തി നിയമങ്ങൾക്ക് നിയമസാധുത ഇല്ലാതാവും. എല്ലാ പൗരന്മാർക്കും ഒരേയൊരു പൊതുനിയമം മാത്രമായിരിക്കും ബാധകം. പതിറ്റാണ്ടുകളായി തുടർന്നു പോന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയം രാജ്യത്ത് വിഘടനവാദ ചിന്താഗതികൾ വളരുന്നതിനാണ് കാരണമായത്. നിയമത്തിന് മുകളിലാണ് തങ്ങളുടെ മതനിയമങ്ങളെന്ന് വിശ്വസിക്കുന്ന തീവ്ര നിലപാടുകാർക്കുള്ള ശക്തമായ മറുപടിയാണ് ഈ പുതിയ നിയമനിർമ്മാണം. ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിൽ എല്ലാ പൗരന്മാരും ഒരേ നിയമത്തിന് കീഴിൽ ജീവിക്കണമെന്ന ഭരണഘടനയുടെ 44-ാം അനുച്ഛേദത്തിന്റെ പൂർത്തീകരണമാണ് ഇവിടെ നടക്കുന്നത്. മധ്യപ്രദേശ് മുഖ്യമന്ത്രി ഡോക്ടർ മോഹൻ യാദവ് കഴിഞ്ഞ ദിവസം നടത്തിയ ഔദ്യോഗിക പ്രഖ്യാപനം രാജ്യവ്യാപകമായി വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. വരാനിരിക്കുന്ന നിയമസഭയുടെ മൺസൂൺ സമ്മേളനത്തിൽ തന്നെ യൂണിഫോം സിവിൽ കോഡ് ബിൽ അവതരിപ്പിക്കുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജൂലൈ 20-നാണ് മധ്യപ്രദേശ് നിയമസഭയുടെ സമ്മേളനം ആരംഭിക്കുന്നത്. ഈ സമ്മേളനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയും ഈ ചരിത്ര ബിൽ തന്നെയായിരിക്കും. പല വ്യക്തി നിയമങ്ങളുടെയും മറവിൽ രാജ്യത്ത് സ്ത്രീവിരുദ്ധവും മനുഷ്യാവകാശ ലംഘനങ്ങൾ നിറഞ്ഞതുമായ രീതികളാണ് തുടർന്നു പോന്നിരുന്നത്. തീവ്ര നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന ചില സംഘടനകളും വ്യക്തികളും സ്വന്തം സമുദായത്തിലെ സ്ത്രീകളെ പോലും അടിച്ചമർത്താനും തങ്ങളുടെ അജണ്ടകൾ നടപ്പിലാക്കാനും ഈ പ്രത്യേക നിയമങ്ങളെ ആയുധമാക്കിയിരുന്നു. ബഹുഭാര്യത്വം, ജീവനാംശം നിഷേധിക്കൽ, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുടെ വിവാഹം തുടങ്ങിയ ഒട്ടനവധി അനീതികൾക്ക് മതത്തിന്റെ പരിരക്ഷ നൽകാൻ ഇക്കൂട്ടർ ശ്രമിച്ചു. രാജ്യത്തിന്റെ പൊതു നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് തങ്ങളുടെ പ്രാകൃത നിയമങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചവർക്കുള്ള BJPയുടെ മറുപടിയാണ് ഈ ബിൽ. ദേശീയതയ്ക്ക് മുൻഗണന നൽകുന്ന BJP സർക്കാർ മുത്തലാഖ് നിരോധിച്ചുകൊണ്ട് ഈ അനീതിക്കെതിരെ ആദ്യമേ ശക്തമായ പ്രഹരമേൽപ്പിച്ചിരുന്നു. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ സംസ്ഥാന തലങ്ങളിൽ നടപ്പിലാക്കുന്ന ഏകീകൃത സിവിൽ കോഡ്. മധ്യപ്രദേശിൽ ഈ നിയമം വരുന്നതോടെ ഇനി പറയുന്ന പ്രധാന മേഖലകളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. എല്ലാ മതവിഭാഗങ്ങളിലെയും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വിവാഹപ്രായവും വിവാഹമോചനത്തിനുള്ള നിയമങ്ങളും തുല്യമായിരിക്കും. ഒരു മതത്തിന്റെ പേരിലും ആർക്കും ഒന്നിലധികം വിവാഹം കഴിക്കാനുള്ള അനുമതി ഉണ്ടാകില്ല. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരായിരിക്കും. വിവാഹമോചനം നേടുന്ന സ്ത്രീകൾക്ക് അവരുടെ അന്തസ്സോടെ ജീവിതം ഉറപ്പാക്കാൻ ഭർത്താവിൽ നിന്ന് കൃത്യമായ ജീവനാംശം ലഭിക്കുമെന്നത് ഈ നിയമം ഉറപ്പു നൽകുന്നു. പ്രത്യേക നിയമങ്ങളുടെ പേരിൽ സ്ത്രീകളെ തെരുവിൽ തള്ളുന്ന അവസ്ഥയ്ക്ക് ഇതോടെ അവസാനമാകും. മാതാപിതാക്കളുടെ സ്വത്തിൽ പെൺമക്കൾക്കും ആൺമക്കൾക്കും തുല്യമായ അവകാശമുണ്ടായിരിക്കും. മതപരമായ വിവേചനങ്ങൾ കാരണം സ്ത്രീകൾക്ക് സ്വത്തവകാശം നിഷേധിക്കപ്പെടുന്ന അവസ്ഥ ഇനി ഉണ്ടാകില്ല. കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് കുട്ടികളെ ദത്തെടുക്കുന്നതിനുള്ള നിയമങ്ങൾ ലളിതവും ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും ഒരുപോലെയും ആയിരിക്കും. മതപരമായ വേർതിരിവുകൾ ഇവിടെ ബാധകമാകില്ല. ഒരു ബിൽ പെട്ടെന്ന് സഭയിൽ കൊണ്ടുവരികയല്ല മോഹൻ യാദവ് സർക്കാർ ചെയ്തത്. ഇതിന് പിന്നിൽ കൃത്യമായ പഠനവും ആസൂത്രണവും നടന്നിട്ടുണ്ട്. 2 മാസം മുമ്പ് തന്നെ സംസ്ഥാന സർക്കാർ ഇതിനായി പ്രത്യേക സമിതി രൂപീകരിച്ചിരുന്നു. മുൻ സുപ്രീം കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള 6-അംഗ വിദഗ്ധ സമിതിയാണ് ഈ നിയമത്തിന്റെ കരട് തയ്യാറാക്കാനായി പ്രവർത്തിച്ചത്. ഭാരത വിരുദ്ധ ശക്തികളും തീവ്രവാദ ഗ്രൂപ്പുകളും ഈ നിയമത്തിനെതിരെ വ്യാജ പ്രചാരണങ്ങൾ അഴിച്ചുവിടാൻ സാധ്യതയുണ്ടെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നിയമപരമായി യാതൊരുവിധ വിള്ളലുകളും ഇല്ലാത്ത രീതിയിൽ ഈ ബിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. രാജ്യത്തെ നിയമവ്യവസ്ഥയെ അട്ടിമറിക്കാൻ ശ്രമിച്ചവർക്ക് ഇനി മധ്യപ്രദേശിൽ പരിരക്ഷ ലഭിക്കില്ല എന്ന് ഈ ബില്ലിലൂടെ സർക്കാർ വ്യക്തമാക്കുന്നു. ഭാരതത്തിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ സംസ്ഥാനം പുഷ്കർ സിംഗ് ധാമിയുടെ നേതൃത്വത്തിലുള്ള ഉത്തരാഖണ്ഡാണ്. അതിന് പിന്നാലെ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള അസം സർക്കാരും ഈ പാത സ്വീകരിച്ചു. ഇപ്പോൾ 3-ാമത്തെ വലിയ ചുവടുവയ്പ്പാണ് മധ്യപ്രദേശിൽ ഡോക്ടർ മോഹൻ യാദവിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. രാജ്യത്തിലുടനീളം UCC നടപ്പിലാക്കുക എന്ന BJPയുടെ ദേശീയ നയത്തിന്റെ ഭാഗമാണ് ഈ നടപടി. വോട്ട് ബാങ്കിന് വേണ്ടി രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ കഷ്ണങ്ങളാക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളും അവരുടെ പിന്നിലിരുന്ന് കളിക്കുന്ന തീവ്രവാദ സംഘടനകൾക്കും ഈ നീക്കം വലിയൊരു തിരിച്ചടിയാണ്.
തീവ്ര ചിന്താഗതിക്കാരെ പ്രീതിപ്പെടുത്താൻ UCC എതിർക്കുന്ന പ്രതിപക്ഷത്തിന്റെ മുഖംമൂടി മൺസൂൺ സമ്മേളനത്തോടെ ഒരിക്കൽ കൂടി അഴിഞ്ഞു വീഴും. രാജ്യത്തിന്റെ ഐക്യത്തിനും സുരക്ഷയ്ക്കും എപ്പോഴും ഭീഷണിയാകുന്നത് മതമൗലികവാദങ്ങളും തീവ്ര ചിന്താഗതികളുമാണ്. നിയമത്തിന് മുകളിലാണ് തങ്ങളുടെ മതനിയമങ്ങളെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകൾക്ക് ഈ രാജ്യം ഭരിക്കുന്നത് ഭാരതത്തിന്റെ ഭരണഘടന അനുസരിച്ചാണെന്ന് കാണിച്ചു കൊടുക്കാൻ UCCക്ക് സാധിക്കും. രാജ്യത്തെ എല്ലാ പൗരന്മാരും ഒരേ നിയമത്തിന്റെ കീഴിൽ വരുമ്പോൾ മതത്തിന്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ചു നിർത്തി രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് താവളമൊരുക്കാൻ ശ്രമിക്കുന്ന വിഘടനവാദികളുടെ അടിത്തറയാണ് തകരുന്നത്. മധ്യപ്രദേശിൽ ഈ ബിൽ പാസ്സാകുന്നതോടെ സംസ്ഥാനത്തെ ക്രമസമാധാന നിലയും സാമൂഹിക സുരക്ഷിതത്വവും കൂടുതൽ ശക്തമാകും. പൗരന്മാർക്കിടയിലെ തുല്യത ഉറപ്പാക്കാനും തുല്യനീതി നടപ്പിലാക്കാനും ഈ നിയമനിർമ്മാണം അനിവാര്യമാണെന്നാണ് സർക്കാരിന്റെ പക്ഷം. നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാകുന്ന ഒരു നവയുഗത്തിനാണ് ജൂലൈ 20 മുതൽ മധ്യപ്രദേശ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ ഇങ്ങോട്ട് രാജ്യം ഭരിച്ച കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കാനും തങ്ങളുടെ വോട്ട് സുരക്ഷിതമാക്കാനും വേണ്ടി മാത്രമാണ് ശരീഅത്ത് നിയമങ്ങൾക്കും മറ്റ് പ്രത്യേക വ്യക്തി നിയമങ്ങൾക്കും ഇവിടെ പരവതാനി വിരിച്ചു നൽകിയത്. ഒരേ കുറ്റത്തിന് രാജ്യത്ത് ഒരൊറ്റ ശിക്ഷാ നിയമം നിലനിൽക്കുമ്പോൾ വിവാഹം, വിവാഹമോചനം, സ്വത്തവകാശം തുടങ്ങിയ സാമൂഹിക വിഷയങ്ങളിൽ മാത്രം മതനിയമങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത് വിചിത്രമായൊരു വിവേചനമാണ്. ഈ വിവേചനത്തിന്റെ മറവിലാണ് രാജ്യത്ത് സമാന്തര നിയമവ്യവസ്ഥകൾ കെട്ടിപ്പടുക്കാൻ തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനകളും മതമൗലികവാദികളും ശ്രമിച്ചുകൊണ്ടിരുന്നത്. തങ്ങൾ ജനിച്ചു വളരുന്ന രാജ്യത്തിന്റെ ഭരണഘടനയേക്കാൾ വലുതാണ് തങ്ങളുടെ മതനിയമങ്ങളെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഇത്തരം വിഘടനവാദ ശക്തികളുടെ നട്ടെല്ലൊടിക്കാൻ BJP സർക്കാരിന് മാത്രമേ സാധിക്കൂ എന്ന് കാലം തെളിയിച്ചതാണ്. കാശ്മീരിലെ 370 വകുപ്പ് എടുത്തു മാറ്റിക്കൊണ്ടും മുത്തലാഖ് എന്ന പ്രാകൃത ആചാരം നിരോധിച്ചുകൊണ്ടും നരേന്ദ്രമോദി സർക്കാർ കാട്ടിയ അതേ ആർജവമാണിപ്പോൾ മധ്യപ്രദേശിൽ മോഹൻ യാദവ് സർക്കാരും ഉയർത്തിപ്പിടിക്കുന്നത്. മതത്തിന്റെ പേരിൽ രാജ്യത്ത് അരാജകത്വവും വിഭജനവും ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന തീവ്ര നിലപാടുകാർക്ക് മുന്നിൽ ഇനി BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനവും തല ഉനിക്കില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഈ നിയമനിർമ്മാണത്തിലൂടെ പുറത്തുവരുന്നത്. ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്കും പരമാധികാരത്തിനും മുകളിൽ ഒരു മതനിയമങ്ങൾക്കും ഇവിടെ സ്ഥാനമില്ലെന്ന് ഈ ചരിത്രപരമായ തീരുമാനത്തിലൂടെ ഒരിക്കൽ കൂടി വ്യക്തമാക്കപ്പെടുകയാണ്. ഏകീകൃത സിവിൽ കോഡ് എന്നത് കേവലം ഒരു രാഷ്ട്രീയ മുദ്രാവാക്യമല്ല, ദശലക്ഷക്കണക്കിന് വരുന്ന സ്ത്രീകളുടെ അവകാശങ്ങളും അവരുടെ അന്തസ്സും സംരക്ഷിക്കുന്നതിനുള്ള വിപ്ലവകരമായ ചുവടുവയ്പ്പാണ്. മതപരമായ പ്രത്യേക നിയമങ്ങളുടെ ആനുകൂല്യം പറ്റി സ്വന്തം സമുദായത്തിലെ സ്ത്രീകളെ പോലും അടിമകളാക്കി വെക്കാനും ബഹുഭാര്യത്വത്തിലൂടെയും ഏകപക്ഷീയമായ വിവാഹ മോചനത്തിലൂടെയും അവരെ തെരുവിലേക്ക് തള്ളാനും ശ്രമിക്കുന്ന ഒരു വിഭാഗം ആളുകളുടെ താവളങ്ങളാണ് UCC വരുന്നതോടെ എന്നേക്കുമായി തകരുന്നത്. നിയമത്തിന് മുന്നിൽ സ്ത്രീയും പുരുഷനും തുല്യരാണെന്ന് ഉറപ്പുവരുത്തുന്നതിലൂടെ മതമൗലികവാദികൾ കാലങ്ങളായി കെട്ടിപ്പൊക്കിയ അടിച്ചമർത്തലിന്റെ കോട്ടകളാണ് മധ്യപ്രദേശിൽ തകർന്നടിയാൻ പോകുന്നത്. ഇനി എല്ലാ പൗരന്മാർക്കും ഒരൊറ്റ നിയമവും ഒരൊറ്റ നീതിപീഠവും മാത്രമായിരിക്കും ഉണ്ടാവുകയെന്ന് മുഖ്യമന്ത്രി മോഹൻ യാദവ് പറയുമ്പോൾ അത് ഭാരതത്തിന്റെ സുരക്ഷയെയും സമാധാനത്തെയും കരുതിയാണ്. വികസനത്തിന്റെ പാതയിൽ രാജ്യം അതിവേഗം കുതിക്കുമ്പോൾ മധ്യകാലഘട്ടത്തിലെ ചിന്താഗതികളും ശരീഅത്ത് വ്യവസ്ഥകളും മുറുകെ പിടിച്ച് രാജ്യത്തെ പിന്നോട്ട് വലിക്കാൻ നോക്കുന്ന ശക്തികളെ വെച്ചുപൊറിപ്പിക്കില്ല എന്ന BJPയുടെ പ്രഖ്യാപിത നയമാണ് ഇവിടെ നടപ്പിലാകുന്നത്. ഉത്തരാഖണ്ഡും അസമും കാട്ടിത്തന്ന ദേശീയ സുരക്ഷയുടെ ആ മാതൃക മധ്യപ്രദേശും ഏറ്റെടുക്കുമ്പോൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പേരിൽ UCC എതിർക്കുന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളുടെ ഇരട്ടത്താപ്പാണ് ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടപ്പെടുന്നത്. രാജ്യത്തിന്റെ പുരോഗതിക്കും ആഭ്യന്തര സുരക്ഷയ്ക്കും വെല്ലുവിളി ഉയർത്തുന്ന ഏത് കടുത്ത തീവ്രവാദ നിലപാടുകളെയും വേരോടെ പിഴുതെറിയാൻ BJP സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് വരാനിരിക്കുന്ന മൺസൂൺ സമ്മേളനത്തിൽ പാസ്സാകാൻ പോകുന്ന ഈ ചരിത്ര ബിൽ. നരേന്ദ്രമോദി എന്ന ദീർഘദർശിയായ നേതാവിന്റെ പാത പിന്തുടർന്ന് മോഹൻ യാദവ് സർക്കാർ മധ്യപ്രദേശിൽ നടപ്പിലാക്കാൻ പോകുന്ന ഏകീകൃത സിവിൽ കോഡ് വികസനത്തിന്റെയും തുല്യതയുടെയും ഒരു പുതിയ ചരിത്രമാണ് എഴുതുന്നത്. ബാബ മഹാകാലേശ്വരന്റെ അനുഗ്രഹത്തോടെ വരുന്ന മൺസൂൺ സമ്മേളനത്തിൽ തന്നെ ഈ ബില്ല് നിയമസഭയിൽ പാസ്സാക്കുമെന്നതിൽ ഒട്ടും സംശയവുമില്ല. ജനാധിപത്യ ഭാരതത്തിന്റെ അഖണ്ഡതയ്ക്കും ദേശീയ സുരക്ഷയ്ക്കും കരുത്തു പകർന്ന ഈ ധീരമായ തീരുമാനത്തിന് രാജ്യം ഒന്നടങ്കം പിന്തുണ നൽകുകയാണ്. തീവ്രവാദ നിലപാടുകളോട് വിട്ടുവീഴ്ചയില്ലാത്ത BJPയുടെ ഈ നീക്കം ഭാരതത്തിന്റെ ചരിത്രത്തിൽ സുവർണ അക്ഷരങ്ങളാൽ എഴുതപ്പെടും. ഈ വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.